ഹായ്, നമസ്കാരം കൂട്ടുകാരെ. വീണ്ടും ഇമ്മക്കുട്ടിയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല കുറേ സന്തോഷകരമായ നിമിഷങ്ങളാണ് എൻ്റെ ക്യാമറയുടെ കണ്ണുകൾ ഒപ്പിയെടുത്തത്. കാരണം നമ്മുടെ സ്കൂൾ പ്രഗതി സ്കൂളിൽ ഹോളി ആഘോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഹോളിയുടെ അന്നല്ലായിരുന്നു ഇവിടെ ആഘോഷിച്ചത്. ഇവിടെ മാത്രം എന്തുകൊണ്ടോ അന്ന് ചന്ദ്രഗ്രഹണമായിരുന്നല്ലോ. അതുകൊണ്ട് ഈ നാട്ടിൽ ഹോളി ആഘോഷിച്ചത് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഹോളി ആഘോഷിച്ചത്. ശരിക്കും ഹോളിയുടെ ഒന്നല്ലായിരുന്നു. ഏതായാലും നമ്മൾ സ്കൂളിലൊക്കെ അവധിയുള്ളത് ശരിക്കും ആ ഹോളി ദിവസം തന്നെയായിരുന്നു അവധി. അന്ന് ഇവിടെ ആഘോഷിച്ചില്ല. പിറ്റേ ദിവസം സ്കൂളിലാണ് കുട്ടികളെല്ലാവരും ഹോളി ആഘോഷിച്ചത്. ഇമ്മക്കുട്ടിയുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഹോളി ആഘോഷിക്കുന്നത്. കാരണം ഞങ്ങൾ ഈ കളറുകളൊക്കെ പിള്ളേർക്ക് ടോക്സിക് ആയതുകൊണ്ട് ഇമ്മക്കുട്ടിയെ അധികം അതുമായിട്ടൊന്നും കളിക്കാനോ ഒന്നും സമ്മതിക്കുമല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കളറ് നോൺ ടോക്സിക് ആയിട്ടുള്ള കളറുകളാണെന്നാണ് പറയുന്ന പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നോക്കി പിള്ളേർക്ക് ഉപയോഗിക്കാൻ പറ്റിയ കളറാണ്. എന്തായാലും അത് കെമിക്കൽ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നോൺ ടോക്സിക് ആയിട്ടുള്ള കളറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏതായാലും ഇമ്മക്കുട്ടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സും അവളെല്ലാവർക്കും പിള്ളേർക്കും എല്ലാവർക്കും ഹോളി കളറ് മുഖത്തെല്ലാം തേച്ച്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോളി ആഘോഷിക്കുന്ന കളറൊക്കെ മുഖത്ത് പുരട്ടുന്നത്. കാരണം ഇമ്മക്കുട്ടിയുടെ ഒപ്പം കൂടാമെന്ന് വിചാരിച്ചു. ടീച്ചേഴ്സും എല്ലാവരും വളരെ സന്തോഷകരമായിട്ട് ഹോളി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. അവർ പരസ്പരം കളറുകൾ എല്ലാവർക്കും പുരട്ടിക്കൊടുത്തു. ഡാൻസ്, അങ്ങനെയുള്ള ഈ ഒരു ദിവസം വളരെ സന്തോഷകരമായിട്ട് പോയി. ഈ ഇടയ്ക്ക് ഇങ്ങനെ ഈ എപ്പോഴും പഠിത്തവും അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ സ്കൂളിൽ നടത്തുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊന്ന് പിള്ളേർക്ക് റിലാക്സ് ആകും, സന്തോഷകരമാകും എന്നൊക്കെ കരുതി നമ്മൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഒഴിവാക്കാറില്ല നമ്മുടെ സ്കൂളിൽ നിന്ന്. എന്തായാലും ഈ ദിവസം വളരെ സന്തോഷകരമായിട്ട് എല്ലാവരുടെയും മാനസിക വിഷമങ്ങളും ഒക്കെ മാറുന്ന തരത്തിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടിക്ക് 2 പട്ടിക്കുട്ടികൾ സ്കൂളിൽ വളർത്തുന്നുണ്ട്. ആ പട്ടിക്കുട്ടികൾക്കും കൊണ്ട് കളറൊക്കെ മുഖത്ത് പുരട്ടിക്കൊടുക്കും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവർക്കും കളറ് പുരട്ടി അവരെയും ഹോളി ആഘോഷിപ്പിച്ചു. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് നമ്മുടെ കുഞ്ഞുമക്കളോടുകൂടി ഞാനും ആദ്യമായിട്ട് കളറ് മുഖത്ത് പുരട്ടി. എൻ്റെ ഇമ്മക്കുട്ടിക്ക് വേണ്ടിയും ഞങ്ങളുടെ സ്കൂളിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും അവരുടെ കൂടെ ഞാനും എൻജോയ് ചെയ്തു. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ അതിൽ കാണാനൊന്നും പറ്റത്തില്ല. ഏതായാലും വളരെ സന്തോഷകരമായിട്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ഹോളി ആഘോഷിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒത്തിരി പരിമിതികൾ, അതായത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും വകവയ്ക്കാതെ നമ്മൾ ഈ ഹോളി ആഘോഷിച്ചു. ഭയങ്കര സന്തോഷകരമായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇമ്മക്കുട്ടി നോക്കിയേ മാസ്കൊക്കെ വെച്ചുകൊണ്ട് വന്ന് കളർ അടിക്കുവാണ് പിള്ളേർക്ക്. ഹരിബാബുവിനും എല്ലാവരും സ്കൂൾ മൊത്തം എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് പിള്ളേരെ ഉള്ളായിരുന്നു. ഇന്ന് ഹോളി ആഘോഷം ആയതുകൊണ്ട് കുറേ പിള്ളേരൊന്നും വന്നിട്ടില്ലായിരുന്നു. പകുതി പിള്ളേർ പോലും സ്കൂളിൽ നിന്ന് വന്നില്ല. ഉള്ള കുട്ടികളെ വെച്ച് നമ്മൾ വളരെ സന്തോഷകരമായിട്ട് ഹോളി ആഘോഷിച്ചു. ഇമ്മക്കുട്ടിയുടെ അച്ഛൻ മാത്രം ഇതൊന്നും മുഖത്ത് ഒന്നും താല്പര്യം ഉള്ള കൂട്ടത്തിലല്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിയത് വെള്ളം അടിക്കുന്നു, കളർ വെള്ളം. അങ്ങനെ വളരെ ഞാനത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇമ്മക്കുട്ടിയെ ഒരു 1.5 മണിക്കൂറത്തെ പണി കൊണ്ടാണ് അവളുടെ ഈ കളറെല്ലാം കഴുകി കളഞ്ഞത്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലുണ്ടല്ലോ, പെറ്റമ്മ പോലും സഹിക്കില്ല എന്ന്, അതേ രീതിയിലായിരുന്നു പിള്ളേരെല്ലാവരും. പക്ഷെ നമ്മൾ സ്കൂളിൽ എന്ത് ചെയ്തു, ഈ പിള്ളേരെ എല്ലാം മുഖമൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെയാണ് തിരിച്ചവരുടെ വീടുകളിലേക്ക് വിട്ടത്. പേരൻസിന് അതുപോലെ തന്നെ ഈ കളറ് വലിയ പ്രശ്നമുള്ളതൊന്നും അല്ലായിരുന്നു. ഒത്തിരി പിടിച്ചിരിക്കുന്നൊന്നും ഇല്ലായിരുന്നു. അത് അന്നേരം തന്നെ മുഖത്തുനിന്ന് മാഞ്ഞു പോകുന്നതായിരുന്നു. ഏതായാലും ടീച്ചേഴ്സും എല്ലാവരും വളരെ ഹാപ്പിയായിട്ട്
നമ്മുടെ പ്രഗതി സ്കൂളിൽ ഹോളി ആഘോഷിച്ചു. ഇമ്മക്കുട്ടിയുടെ ഫസ്റ്റ് ഹോളി ആഘോഷമാണ്. കാരണം അവൾ ഇതിനു മുമ്പ് ഹോളിക്ക് ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അവൾ കുഞ്ഞല്ലായിരുന്നു. ഇപ്രാവശ്യം അവൾക്ക് 4 വയസ്സായില്ലേ. അവൾ എല്ലാം മനസ്സിലാക്കുകയും എല്ലാം ചെയ്യാനൊക്കെ ഉള്ള താല്പര്യവും ഒക്കെ ഉണ്ട് അവൾക്ക്. അതുകൊണ്ടാണ് ഞാനും അതിൽ കൂടിയത്. ഇമ്മക്കുട്ടിയും കളറൊക്കെ ഇടുകയൊക്കെ ചെയ്തപ്പോൾ അവളുടെ സന്തോഷത്തിലും അവളുടെയും നമ്മുടെ കുട്ടികളുടെയും സന്തോഷത്തിൽ ഞാനും ആദ്യമായിട്ട് മുഖത്തൊക്കെ കളർ പുരട്ടി. അങ്ങനെ സന്തോഷകരമായ രീതിയിൽ നമ്മുടെ പ്രഗതി സ്കൂളിലെ ഹോളി ആഘോഷം സമാപിച്ചു. കണ്ടു നോക്കൂ. ഏതായാലും കുറച്ചേ ഉള്ളൂ, ഇനി പറയാനൊന്നുമില്ല. കുറേയായി. വളരെ സന്തോഷമായിരുന്നു. കളറുകളുടെ ഉത്സവമല്ലേ ഹോളി. നമ്മുടെ കൊച്ചുമക്കൾ തന്നെ കളറുകളെ എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ ഏതോ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ഈ കളറുകളുടെ ഉത്സവം പിള്ളേരെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും കഥ അല്ലേ. ഞാൻ ഇടയ്ക്ക് എനിക്ക് തെലുങ്ക് അറിയാതെ വരുന്നുണ്ട് കേട്ടോ, സോറി, ക്ഷമിക്കണേ. അന്നേരം ഞാൻ ഓർക്കുമായിരുന്നു ഈ കളറുകളുടെയൊക്കെ ആഘോഷം പിള്ളേരല്ലേ ആഘോഷിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മക്കളല്ലേ ആഘോഷിക്കേണ്ടത്. അതുകൊണ്ട് എന്തായാലും ഹോളി ഈ പ്രാവശ്യം 2026 ഹോളി വളരെ സന്തോഷപൂർവ്വം ആഘോഷിച്ചു. ഹോളി ആഘോഷിക്കുന്നുണ്ടോ? തൂത്തുത്താരെല്ലാവരും ഹോളി ആഘോഷിക്കുമ്പോൾ എൻ്റെ തൂത്തുത്താരെ എല്ലാവരും സൂലി വെച്ച് പയ്യുവാണ്. എൻ്റെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒന്ന് ചെയ്യാൻ പയ്യുമോ പിള്ളേരോട്? പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ.